ഓം ശാന്തി. 23/8/2024. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിന്റ്സ്. മധുരമായ കുട്ടികളെ, ദുഃഖം ഹരിച്ച് സുഖം നൽകുന്നവനായ ബാബയെ ഓർമ്മിക്കൂ. എങ്കിൽ നിങ്ങളുടെ എല്ലാ ദുഃഖവും ദൂരെയാകും. അന്തുമതി സോഗതി ആയിത്തീരും. ബാബയുടെ മഹിമയാണ് ദുഃഖം ഹരിച്ച് സുഖം തരുന്നവൻ എന്നത്. അങ്ങനെയുള്ള ബാബയെ ഓർമ്മിക്കുകയാണെങ്കിൽ എന്തു തന്നെ ദുഃഖമായാലും അത് മാറും. മാത്രമല്ല, ഇനി വരാൻ പോകുന്ന ദുഃഖവും ഭസ്മമായി തീരും. ഇതുകൊണ്ടാണ് ബാബ സദാ ബാബയെ ഓർമ്മിക്കണം എന്ന് പറയുന്നത്. ഇപ്രകാരം നാം ബാബയുടെ ഓർമ്മയിലൂടെ എല്ലാ കർമ്മക്കണക്കുകളും തീർക്കുകയാണെങ്കിൽ നമ്മുടെ അന്തിമത്തി സോഗതിയും ആയിത്തീരും. അന്തിമ മനം പോലെ ഗതി എന്നത് വളരെ നന്നായി തീരും. അന്തിമ സമയത്ത് നമ്മുടെ ബുദ്ധിയിൽ ബാബ തന്നെയായിരിക്കും. അങ്ങനെയെങ്കിൽ അടുത്ത ജന്മം മുതൽ നമ്മളുടേത് സദ്ഗതി തന്നെ ആയിരിക്കും. അല്ലാതെയും അടുത്ത ജന്മം മുതൽ സദ്ഗതി തന്നെയാണ്, എന്നാൽ ഉയർന്ന പദവി ഉണ്ടായിരിക്കും. ചോദ്യം: ബാബ നിങ്ങൾ കുട്ടികൾക്ക് നടക്കുമ്പോഴും തിരിയുമ്പോഴും ഓർമ്മയിൽ ഇരിക്കുന്നതിനുള്ള ഡയറക്ഷൻ എന്തുകൊണ്ട് തരുന്നു? ഉത്തരം: 1. എന്തുകൊണ്ടെന്നാൽ ഓർമ്മയിലൂടെയാണ് ജന്മജന്മാന്തരങ്ങളിലെ പാപത്തിന്റെ ഭാരം മാറുന്നത്. 2. ഓർമ്മയിലൂടെയാണ് ആത്മാവ് സതോ പ്രധാനമാകുന്നത്. 3. ഇപ്പോഴേ ഓർമ്മയിലിരിക്കുന്നതിനുള്ള അഭ്യാസമുണ്ടെങ്കിലാണ് അന്തിമ സമയത്ത് ഒരു ബാബയുടെ ഓർമ്മയിൽ ഇരിക്കാൻ സാധിക്കുന്നത്. അന്ത്യസമയത്തേക്കാണ് ഈ ഒരു മഹിമയുള്ളത്. അന്ത്യകാലത്ത് ആര് സ്ത്രീയെ ഓർമ്മിക്കുന്നുവോ എന്ന്. 4. ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ 21 ജന്മങ്ങളുടെ സുഖം മുന്നിൽ വരുന്നു. ബാബയെ പോലെ മധുരമായ ഒരു കാര്യവും ലോകത്തിലില്ല. ഇതിനാൽ ബാബയുടെ ഡയറക്ഷനാണ്: കുട്ടികളെ, നടക്കുമ്പോഴും തിരിയുമ്പോഴും എന്നെ തന്നെ ഓർമ്മിക്കൂ. എന്തുകൊണ്ടാണ് എല്ലാ മുരളിയിലും ബാബ ബാബയെ ഓർമ്മിക്കണം എന്ന് പറയുന്നത്? അതും കർമ്മം ചെയ്യുമ്പോഴും ഓർമ്മിക്കണം. എന്തുകൊണ്ടെന്നാൽ ബാബയുടെ ഓർമ്മയിലൂടെ മാത്രമേ കഴിഞ്ഞ കാലം ചെയ്തിട്ടുള്ള പാപം ഭസ്മമാകുള്ളൂ. ഭസ്മമായില്ല എന്നുണ്ടെങ്കിൽ ആ പാപമെല്ലാം ഏതെങ്കിലും പ്രശ്നങ്ങളുടെ രൂപത്തിൽ, രോഗത്തിന്റെ രൂപത്തിൽ, മനപ്രയാസത്തിന്റെ രൂപത്തിൽ നമ്മളുടെ മുന്നിലേക്ക് തന്നെ വരും. അത് നമ്മൾ നേരിടേണ്ടിയും വരും. രണ്ടാമത്തെ കാര്യമാണ്, ആത്മാവ് സതോപ്രധാനമാകണമെങ്കിൽ ബാബയുടെ ഓർമ്മ വേണം. ഈ ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളും, ശരീരം ഉൾപ്പെടെ എല്ലാം തന്നെയും ആത്മാക്കൾ തന്നെയും പതിതമായിരിക്കുകയാണ്, തമോ പ്രധാനമായിരിക്കുകയാണ്. അതിനെ ഓർമ്മിക്കുന്നതിലൂടെ പുറമേന്ന് അതിസുന്ദരമായി കാണപ്പെടുമെങ്കിലും അതിൻ്റെ തനതായ ഗുണനിലവാരം തമോ പ്രധാനമായതിനാൽ നമ്മൾ ആത്മാവും തമോ പ്രധാനമായി തന്നെ ഇരിക്കുന്നു. എന്നാൽ ബാബ സദാ സതോ പ്രധാനമാണ്. അങ്ങനെയുള്ള ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ മാത്രമേ ആത്മാവ് സതോ പ്രധാനമായി തീരുള്ളൂ. മൂന്നാമത്തെ കാര്യം, ഓർമ്മയിലിരിക്കുന്നതിൻ്റെ അഭ്യാസമുണ്ടെങ്കിലാണ് അന്തിമ സമയത്ത് ബാബയുടെ ഓർമ്മ നിലനിൽക്കുന്നത്. ഇല്ല എങ്കിൽ ഏത് കാര്യങ്ങളിലാണോ ജീവിതകാലം മുഴുവനും ഓർമ്മ നിന്നത് അവ തന്നെ ഓർമ്മ വരും. നാലാമത്തെ കാര്യമാണ്, ബാബയുടെ ഓർമ്മയിലൂടെയാണ് നമ്മൾക്ക് കിട്ടാൻ പോകുന്ന 21 ജന്മങ്ങളുടെ സുഖം മുന്നിൽ വരുന്നത്. ഇത്രയും വമ്പിച്ച സമ്പത്ത് ഒരേയൊരു ബാബ മാത്രമാണ് നമുക്ക് തരുന്നത്. ഇത്രയും മാധുര്യമേറിയ മറ്റൊരു വസ്തുവോ വ്യക്തിയോ ലോകത്തിലില്ല. ഇതുകൊണ്ടാണ് ബാബയുടെ നിർദ്ദേശമുള്ളത്: കുട്ടികളെ, നാം എപ്പോഴും ബാബയെ ഓർമ്മിക്കണം. നടക്കുമ്പോഴും തിരിയുമ്പോഴും എല്ലാം ചെയ്യുമ്പോഴും ബാബയെ തന്നെ ഓർമ്മിക്കണം. ധാരണയ്ക്കുള്ള മുഖ്യ സാരം: 1.
ഈ കണ്ണുകളിലൂടെ ഈവിൾ അല്ലെങ്കിൽ മോശമായത് കാണരുത്. ബാബ തന്നിട്ടുള്ള ജ്ഞാനത്തിൻ്റെ മൂന്നാമത്തെ നേത്രം ആ സഭ്യമായ നേത്രത്തിലൂടെ തന്നെ കാണണം. സത്തോപ്രധാനമാകുന്നതിന് പൂർണ്ണ പുരുഷാർത്ഥം ചെയ്യണം. 2. ഗൃഹസ്ഥ വ്യവഹാരത്തെ സംരക്ഷിച്ചുകൊണ്ടും പ്രിയപ്പെട്ടതായ ബാബയെ ഓർമ്മിക്കണം. അവസ്ഥ വളരെ ശക്തമാക്കണം. അതായത് അന്തിമ സമയത്ത് ഒരു ബാബയെ കൂടാതെ മറ്റൊന്നും ഓർമ്മ വരരുത്. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, നമ്മുടെ കണ്ണുകൾ കൊണ്ട് മോശമായതായി ഒന്നും കാണരുത്. ഇത് മോശമായ വസ്തുക്കൾ എന്നതിലുപരി മോശമായ മനോഭാവമോ കാഴ്ചപ്പാടോ ഉണ്ടായിരിക്കരുത്. എത്ര തന്നെ മോശമായ കാഴ്ചയായാലും അതിലെന്താണ് നന്മ അടങ്ങിയിട്ടുള്ളത് എന്നതിലായിരിക്കണം നമ്മുടെ ശ്രദ്ധ പോകേണ്ടത്. അങ്ങനെ നന്മയെ കാണുകയാണെങ്കിൽ ആ കാഴ്ചയുടെ തിന്മ അല്ലെങ്കിൽ മോശമായ ഭാഗം നമ്മൾക്കൊരിക്കലും കാണപ്പെടില്ല. ഇതിനെയാണ് മൂന്നാമത്തെ നേത്രം എന്ന് ബാബ പറയുന്നത്. ഇതിനെ തന്നെയാണ് സിവിൽ നേത്രം അല്ലെങ്കിൽ സഭ്യമായ നേത്രം എന്നും പറയുന്നത്. ഒപ്പം സത്തോപ്രധാനമാകുന്നതിന് പൂർണ്ണ പുരുഷാർത്ഥം ചെയ്യണം. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ബാബയാണ്. അങ്ങനെയുള്ള ബാബയെ വീടും കുടുംബവും സംരക്ഷിച്ചുകൊണ്ടും ഓർമ്മിക്കണം. അന്തിമ സമയത്ത് മറ്റൊന്നും നമ്മൾക്ക് ഓർമ്മ വരരുത്. അത്രയും ശക്തമായി നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥയെ ഉണ്ടാക്കിയെടുക്കണം. വരദാനം തൻ്റെ ശ്രേഷ്ഠ വൃത്തിയിലൂടെ വിശ്വത്തിൻ്റെ വാതാവരണത്തെ പരിവർത്തനം ചെയ്യുന്ന ആധാരമൂർത്തരായി ഭവിക്കട്ടെ. താങ്കൾ കുട്ടികൾ സ്വന്തം ജീവിതത്തിൻ്റെ മാത്രം ആധാരമല്ല, ഈ വിശ്വത്തിലെ സർവാത്മാക്കളുടെയും ആധാരമൂർത്താണ്. താങ്കളുടെ ശ്രേഷ്ഠ വൃത്തിയിലൂടെ വിശ്വത്തിൻ്റെ അന്തരീക്ഷം പരിവർത്തനമാകുകയാണ്. താങ്കളുടെ പവിത്ര ദൃഷ്ടിയിലൂടെ വിശ്വത്തിലെ ആത്മാക്കളും പ്രകൃതിയും രണ്ടുപേരും പവിത്രമാകുകയാണ്. ദൃഷ്ടിയിലൂടെ സൃഷ്ടി മാറുകയാണ്. താങ്കളുടെ ശ്രേഷ്ഠ കർമ്മങ്ങളിലൂടെ ശ്രേഷ്ഠാചാരിയായ ലോകം ഉണ്ടാകുകയാണ്. അപ്പോൾ ഇത്രയും വലിയ ഉത്തരവാദിത്വത്തിൻ്റെ കിരീടധാരി താങ്കളാവുകയാണ്. അപ്പോഴാണ് ഭാവിയിലെ കിരീടവും സിംഹാസനവും ലഭിക്കുന്നത്. ഈ സംഗമയുഗത്തിൽ നാം എന്ത് ചെയ്യുന്നുവോ അതിനനുസരിച്ചാണ് വരാൻ പോകുന്ന പുതിയ കൽപ്പത്തിൽ നമ്മളുടെ പാർട്ട് ഉള്ളത്. ഇപ്പോഴുള്ള നമ്മളുടെ ശ്രേഷ്ഠ വൃത്തിയിലൂടെ വിശ്വപരിവർത്തനം സംഭവ്യമാകുന്നു. പവിത്ര ദൃഷ്ടിയിലൂടെ ആത്മാക്കളും പ്രകൃതിയും പവിത്രമാകുന്നു. ശ്രേഷ്ഠ കർമ്മങ്ങളിലൂടെ ശ്രേഷ്ഠാചാരിയായ ലോകമുണ്ടാകുന്നു. ശ്രേഷ്ഠാചാരി അർത്ഥം ശ്രേഷ്ഠമായ ആചരണമുള്ള ലോകം. ഇങ്ങനെയുള്ള ഇത്രയും വലിയ ഉത്തരവാദിത്വമാണ് നമ്മൾ കുട്ടികൾക്ക് ഉള്ളത്. ഈ ഉത്തരവാദിത്വം നാം എപ്പോൾ മനസ്സിലാക്കുന്നുവോ അപ്പോൾ നാം തിരിച്ചറിയും, നമ്മൾ സ്വന്തം ജീവിതത്തിൻ്റെ മാത്രം ആധാരമല്ല, മുഴുവൻ ലോകത്തിലെയും ആത്മാക്കളുടെ ആധാരമൂർത്താണ്. സ്ലോഗൻ: സർവശക്തിവാനായ ബാബയെ തൻ്റെ പങ്കാളിയാക്കൂ, എങ്കിൽ ഒരു വിഘ്നവും താങ്കളെ തടസ്സപ്പെടുത്തില്ല. എല്ലാം അറിയുന്നവനായ എല്ലാ ശക്തികളുടെയും സ്രോതസ്സായ ബാബ നമ്മുടെ കൂടെയുണ്ട് എങ്കിൽ വഴിയിൽ എന്ത് വിഘ്നം വരുന്നുവോ അതിനനുസരിച്ചുള്ള തയ്യാറെടുപ്പ് ബാബ നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നു. അത് കാരണം ഒരു വിഘ്നത്തിനും നമ്മെ തടസ്സപ്പെടുത്താൻ സാധിക്കില്ല. ഓം ശാന്തി.